السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അമാൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള എലിക്സീർ എന്ന ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. അതിൽ മൻസിലത്തു തദക്കുറാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് തദക്കുർ എന്നും എന്താണ് തഫക്കുർ എന്നും അതിൻ്റെ പ്രാധാന്യവുമെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇമാം ഹറവി റഹിമഹുള്ള പറഞ്ഞ 3 കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് ഈ ഫിക്രത്തിൻ്റെയും തദക്കുറിൻ്റെയും എല്ലാം സമറത്ത് എടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റി പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങൾ: ഖിസറുൽ അമൽ വ തഅമ്മുൽ ഫിൽ ഖുർആൻ, ആയുസ്സിലുള്ള കുറഞ്ഞ പ്രതീക്ഷ, ദുനിയാവ് പെട്ടെന്ന് തീർന്നു പോകും, പരലോകത്തിലേക്ക് മടങ്ങേണ്ടി വരും എന്നുള്ള ആ ചിന്ത. രണ്ടാമത്തേത് ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുക. മൂന്നാമത്തേതിൽ 5 കാര്യങ്ങൾ പറയുകയുണ്ടായി. 5 കാര്യങ്ങൾ ഉറക്കുക എന്നുള്ളത്. ഖുൽത്ത, ആളുകളുമായിട്ട് നന്മയിൽ നല്ല ആളുകൾ, അഥവാ ഇൽമുമായി ബന്ധപ്പെട്ടോ ദീനുമായി ബന്ധപ്പെട്ടോ അല്ലാതെ ആളുകളുമായിട്ട് കൂടിക്കലരുക. വതമന്നി, വ്യാമോഹങ്ങൾ. തഅല്ലുഖ് ബിഗൈരില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരാളുമായിട്ട് ഖൽബ് ബന്ധിതമാവുക. വശിബ, അമിത ഭക്ഷണം. വൽമനാം, അതുപോലെ തന്നെ ഉറക്കം, അതെല്ലാം കുറക്കുക എന്നുള്ളത് ഇതിൽപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. അഥവാ ഈ തദക്കുറിൻ്റെ സമറത്ത് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. ഇനി അതിൽ നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ, ഖിസറുൽ അമൽ അതുപോലെ തഅമ്മുൽ ഫിൽ ഖുർആൻ, അതെങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ വിശദീകരിക്കേണ്ടായി. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു: വഅമ്മാ മുഫ്സിദാത്തുൽ ഖൽബിൽ ഖംസതു ഫഹിയ അല്ലതി അശാറ ഇലൈഹ. ഖൽബിനെ ഫസാദാക്കുന്ന, ഖൽബിനെ കുഴപ്പത്തിലാക്കുന്ന 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച 5 കാര്യങ്ങൾ. മിൻ കസ്റത്തിൽ ഖുൽതതി വതമന്നി വതഅല്ലുഖ് ബിഗൈരില്ലാ വശിബ വൽമനാം. അമിതമായി ആളുകളുമായി കൂടിക്കലരുക, അതുപോലെ മോഹങ്ങൾ, വ്യാമോഹങ്ങൾ. വതഅല്ലുഖ് ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത ആരെങ്കിലുമായിട്ട് ഖൽബ് ബന്ധിതമാവുക. വശിബ, അമിത ഭക്ഷണം. വൽമനാം, അമിത ഉറക്കം എന്നീ കാര്യങ്ങൾ. ഫഹാദിഹിൽ ഖംസതു മിൻ അക്ബർ മുഫ്സിദാത്തിൽ ഖൽബ്. ഈ 5 കാര്യങ്ങൾ ഖൽബിനെ ഫസാദാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 5 എണ്ണം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയുകയാണ്: വഅലം, നീ മനസ്സിലാക്കുക, അന്നൽ ഖൽബ യസീറു ഇലല്ലാഹി വദ്ദാരിൽ ആഖിറ. ഖൽബ് എന്നുള്ളത് അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഖൽബിൻ്റെ ഒരു യാത്രയുണ്ട്. അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ഇഷ്ടപ്പെട്ടും കാണാൻ ആഗ്രഹിച്ചും അതുപോലെ ദിക്ർ ചെയ്തും ശുക്ർ ചെയ്തുമെല്ലാമുള്ള യാത്ര. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിലാണ് ഖൽബുള്ളത്, അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും. ശരീരം കൊണ്ട് നമ്മൾ എന്തായാലും പോകുന്നുണ്ട്, നമ്മൾ എന്തായാലും മരണപ്പെടും, നമ്മൾ ആ യാത്രയിൽ മുന്നേറാണ്. പക്ഷേ ഖൽബ് കൊണ്ടുമുണ്ട് അത്. വയക്ഷിഫു അൻ ത്വരീഖിൽ ഹഖ് വനഹ്ജിഹി വആഫാത്തിൻ നഫ്സി വൽ അമൽ വഖുത്താഇ ത്വരീഖ്. ആ ഖൽബ് വെളിവാക്കിത്തരും ഹക്ക് ഏതാണ്, നേരായ മാർഗം ഏതാണ്, അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങളുടെയും സ്വന്തം നഫ്സിൻ്റെയും അനന്തരഫലങ്ങൾ, ദോഷങ്ങൾ എന്തൊക്കെയാണ്. വഖുത്താഇ ത്വരീഖ്, ഈ യാത്രയിൽ ഉള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഈ യാത്രയിൽ തട്ടിയെടുക്കാൻ വരുന്ന കൊള്ളക്കാരാരൊക്കെയാണ് എന്നുള്ളതൊക്കെ ഖൽബിന് വെളിവാകും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെളിവാവുക? ബിനൂരിഹി വ ഹയാത്തിഹി വ ഖുവ്വത്തിഹി, ആ ഖൽബിൻ്റെ പ്രകാശത്തിൻ്റെയും ഖൽബിൻ്റെ ജീവൻ്റെയും അതുപോലെ ഖൽബിൻ്റെ ശക്തിയുടെയും അടിസ്ഥാനത്തിൽ. വസിഹത്തിഹി വ അസ്മിഹി, ഖൽബിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഖൽബിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. വസലാമത്തി സംഇഹി വ ബസരിഹി, ആ ഖൽബിൻ്റെ അല്ലെങ്കിൽ ആ ഖൽബുള്ള വ്യക്തിയുടെ കേൾവിയും കാഴ്ചയും എല്ലാം സുരക്ഷിതമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അഥവാ ഹറാമായത് കേൾക്കുന്നില്ല, കാണുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ. വഗൈബത്തി ഷവാഖിൽ വൽ ഖവാത്തി അൻഹു, അതുപോലെ തന്നെ ഈ ഖൽബിൻ്റെ ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ.
അപ്പോൾ കൽബിനൊരവസ്ഥയുണ്ട്, കൽബിന് നൂറും ഹയാത്തും അതുപോലെ ഖുവ്വത്തും ഉണ്ട്. അതെല്ലാം ഉണ്ട് എങ്കിൽ അള്ളാഹുലേക്കുള്ള യാത്രയുള്ള നേരായ പാത ഏതാണ് എന്നും അതിൽ പിഴച്ചു പോകുന്ന മാർഗങ്ങൾ എന്താണ്, കാരണങ്ങൾ എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ അവിടെ അതിന് വെളിവാകും. വഹാദിഹിൽ ഖംസത്തു തുത്ഫിഉ നൂറഹു, ഈ പറഞ്ഞ പരാമർശിച്ച 5 കാര്യങ്ങൾ, കൽബിൻ്റെ മുഫ്സിദാത്തുകളായിട്ടുള്ള 5 കാര്യങ്ങൾ കൽബിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയും. വതഗൂറു ഐന ബസീറതിഹി, ആ കൽബിൻ്റെ ഉൾക്കാഴ്ചയെ അതിനെ അന്ധമാക്കുന്ന, അതിനെ ചൂഴ്ന്നെടുക്കുന്ന അവസ്ഥയുണ്ടാകും. വതുസ്ഖിലു സമഅഹു, അതിൻ്റെ കേൾവി അത് കേൾക്കാൻ സാധിക്കാത്ത രീതിയിൽ ആ രീതിയിലാകും. ഇല്ലം തുസിംഹു വതുബ്കിംഹു വതുദ്ഇഫ് ഖുവാഹു കുല്ലഹ, ഇനി അതിൻ്റെ മൊത്തം അതിനെ ബദിരനും മൂകനും അല്ലെങ്കിൽ ഒന്നും ആക്കാൻ സാധിക്കുന്നില്ല, ഒന്നും ആകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ കുറച്ച് കളയും. ഇതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ ശക്തിയെ കുറച്ച് കളയും. വതൂഹിനു സിഹ്ഹതഹു വതുഫത്തിറു അസീമതഹു വതുവഖിഫു ഹിമ്മതഹു വതുനക്കിസുഹു ഇലാ വറാഹ്, അതിൻ്റെ ആരോഗ്യം ദുർബലമാക്കും, അതിൻ്റെ ദൃഢനിശ്ചയം ഇല്ലാതാക്കി കളയും, അതിൻ്റെ ഉദ്ദേശങ്ങൾ, അതിൻ്റെ ഒരു ഹിമ്മത്ത് അതിനെ പിടിച്ചു നിർത്തിക്കളയും, അതിനെ പിന്നോട്ട് വലിച്ചു കളയും. വമല്ലാ ശുഊറ ലഹു ബിഹാദാ ഫമയ്യത്തുൽ ഖൽബ്, ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എൻ്റെ കൽബിന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുന്നവർ ആരാണ്? മയ്യത്തുൽ ഖൽബാണ്. മയ്യത്തായ കൽബിൻ്റെ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവൂല. ഇതെന്താ സംഭവിക്കുന്നത്, എൻ്റെ കൽബിന് എന്താ മാറ്റം വരുന്നത്, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നിട്ട് അറിയപ്പെട്ട ഒരു കവിതയുടെ ഒരു ബൈത്തിൻ്റെ ഭാഗമുണ്ട്, വമാലി ജുർഹിം ബിമയ്യത്തിൻ ഈലാമു, ഒരു മയ്യത്തിന് മുറിവേൽപ്പിച്ചാൽ അതിന് വേദന ഉണ്ടാവുകയില്ല എന്നുള്ളത്. അഥവാ മരിച്ചുപോയ ഒരാളുടെ മേലെ നമ്മൾ കത്തിയെടുത്ത് മുറിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്നതോ വേദന അനുഭവിക്കാനൊന്നും സാധിക്കൂല. അതേപോലെ കൽബ് ചത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൽബിന് ബാധിക്കുന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മനസ്സിലാക്കാനും സാധിക്കൂല. ഫഹി ആയിഖത്തുൻ ലഹു അൻ നൈലി കമാലിഹി, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ കൽബിൻ്റെ പരിപൂർണത, അതുകൊണ്ട് നേടിയെടുക്കാവുന്ന ഉന്നതമായ അവസ്ഥ, ആ പരിപൂർണതയ്ക്കുള്ള തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഖാതിഅത്തുൻ ലഹു അനിൽ വുസൂൽ ഇലാ മാ ഖുലിഖ ലഹു, ഏതൊന്നിനാണോ ആ കൽബ് സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. അഥവാ എന്താണോ കൽബിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നതിന് തടസ്സമാണ് ഈ 5 കാര്യങ്ങൾ. വജുഇല നഈമുഹു വസആദതുഹു വബ്തിഹാജുഹു വലദ്ദതുഹു ഫിൽ വുസൂലി ഇലൈഹി, ഈ കൽബിൻ്റെ അനുഗ്രഹവും സൗഭാഗ്യവും സന്തോഷവും ആനന്ദവും എല്ലാം ഏതൊന്നിനാണോ അത് സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാണ് കൽബ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ടാവാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും തൗഹീദ് ഉറപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് കൽബ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആസ്വാദനമെല്ലാം അതിലാണ് കിടക്കുന്നത്. അപ്പോൾ അതല്ലാത്ത രീതിയിൽ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊന്നും ലഭിക്കൂല. ആ നിലക്ക് തടസ്സമാകുന്ന കാര്യങ്ങളാണ് ഈ 5 എണ്ണം. فإنه لا نعيم له ولا لذة ولا ابتهاج ولا كمال إلا بمعرفة الله ومحبته, അതുകൊണ്ട് തന്നെ കൽബിന് ഒരു അനുഗ്രഹവുമില്ല, ആസ്വാദനവുമില്ല, സന്തോഷവുമില്ല, അതുപോലെ തന്നെ പൂർത്തീകരണം ലഭിക്കുകയില്ല അള്ളാഹുവിനെ അറിയുന്നതിലൂടെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിലൂടെയും അല്ലാതെ. വത്തുമഅ്നീനതി ബിദിക്രിഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിലൂടെയല്ലാതെ. വൽഫർഹി വലിബ്തിഹാജി ബിഖുർബിഹി, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷം കൊണ്ടല്ലാതെ. വശൗഖ ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടല്ലാതെ. ഫഹാദിഹി ജന്നത്തുൽ ആജില, Subhanallah. Stop. The security threat level is elevated. Everyone is required. Indoor അല്ല. والطمأنينة بذكره والفرح والابتهاج بقربه والشوق إلى لقائه فهذه جنته العاجلة, അതാണ് ദുനിയാവിൻ്റെ സ്വർഗം എന്നുള്ളത്. كما أنه لا نعيم له في الآخرة, ഏതുപോലെ പരലോകത്ത് പിന്നെ അതായത് والفرح والابتهاج بقربه والشوق إلى لقائه فهذه جنته العاجلة كما أنه لا نعيم له في الآخرة ولا فوز إلا بجواره في دار النعيم في الجنة الآجلة. ഏതുപോലെ ദുനിയാവിൽ ലഭിക്കുന്ന സ്വർഗമാണ് ഈ കൽബിനെ അനുഭവിക്കുന്ന ആസ്വാദനം. ഏതുപോലെയാണത്?
പരലോകത്തിൽ ഒരനുഗ്രഹവുമില്ല, ഒരു വിജയവുമില്ല. എന്തുകൊണ്ടല്ലാതെ സ്വർഗത്തിൽ അള്ളാഹുവിനോട് അടുക്കുമ്പോഴും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴുമല്ലാതെ. അതായത് സ്വർഗത്തിൽ അള്ളാഹുവിനോട് അടുക്കുമ്പോഴും സ്വർഗപ്രവേശനം ലഭിച്ചാലുമാണ് പരലോകത്ത് എന്തുണ്ടാവുക, ഒരാൾക്ക് ആസ്വാദനം ഉണ്ടാവുക. അതുപോലെ ദുനിയാവിൽ ഒരാളുടെ ഖൽബിന് ലഭിക്കുന്ന ആസ്വാദനങ്ങളാണ് ഈ പറഞ്ഞത്. ഫലഹു ജന്നതാൻ, അപ്പോൾ പറയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 സ്വർഗമുണ്ട്. ലാ യദ്ഖുലു സാനിയത മിൻഹുമാ ഇൻ ലം യദ്ഖുലുൽ ഊല, ഒന്നാമത്തേതിൽ അവൻ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ രണ്ടാമത്തേതിൽ അവൻ പ്രവേശിക്കുകയില്ല. വസമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാഹ് യഖൂൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്ന ഫി ദുനിയ ജന്നതൻ മൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ പരലോകത്തെ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല എന്നുള്ളത്. അഥവാ പിന്നെ ആ ഈമാനിൻ്റെ ആ ഒരു ആസ്വാദനത്തിൻ്റെ അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് അത് ലഭിക്കുമ്പോഴാണ് ഒരുത്തന് ആ സ്വർഗപ്രവേശനം, അതിൽ പരലോകത്തെ ആസ്വാദനം എന്താണ്, അള്ളാഹുവിനെ കാണുക, സ്വർഗത്തിൽ പ്രവേശിക്കുക, അതാണ്. ദുനിയാവിലെ ആസ്വാദനം അള്ളാഹുവിനനുസരിക്കുക, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുക, അപ്പോൾ അതുള്ളവനാണ് അവിടെയും പ്രവേശിക്കുക എന്ന്. വഖാല ബഅ്ദുൽ ആരിഫീൻ, ചില മുൻഗാമികൾ ഇത് അനുഭവിച്ചറിഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകൾ അവർ പറഞ്ഞു, ഇന്നഹു ലയമുറു ബിൽ ഖൽബി ഔഖാതുൻ, എൻ്റെ ഖൽബിൽ ചില സമയങ്ങൾ കടന്നു പോകാറുണ്ട്. അഖൂൽ, ഞാൻ ആ സമയങ്ങളിൽ പറഞ്ഞു പോകും, ഇൻകാന അഹ്ലുൽ ജന്നതി ഫീ മിസ്ലി ഹാദാ, സ്വർഗാവകാശികൾക്ക് ഇതുപോലെയുള്ള ഒരു ആസ്വാദനമാണ് ഉള്ളത് എങ്കിൽ ഇന്നഹും ലഫീ ഐഷിൻ ത്വയ്യിബിൻ, അവർ വലിയ വിശിഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടൊക്കെ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ആ ആസ്വാദനം പിന്നെ എന്താണ്, ആ ആസ്വാദനം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു പോകുന്നതാണ്, ഇതുപോലെയാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ അത് വളരെ വിശിഷ്ടമായ മഹത്തായ ഒരു ജീവിതമായിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയും നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളൊരു തവണ പോലും അനുഭവിക്കാത്തൊരവസ്ഥയായിരിക്കും അത്, ഒരു തവണ പോലും നമുക്ക് ലഭിക്കാതെയുള്ള അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും, നമ്മൾ ദീനിൻ്റെ എല്ലാ നിലക്കും പൂർത്തിയായവനാണ്, എല്ലാം തികഞ്ഞവനാണ്, ദീനിൽ നമുക്കൊന്നും പഠിക്കാനില്ല അല്ലെങ്കിൽ അറിയാനില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാനില്ല, ഞാൻ എല്ലാ നിലക്കും പരിപൂർണനാണ് എന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നുണ്ടാവും. നമ്മൾ നോക്കും, ദിവസവും 5 വഖ്ത് നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദിക്റുണ്ട്. പക്ഷേ കൽബിനെ വേറെ പല കാര്യങ്ങൾ എപ്പോഴേ ആ കൽബിനെ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിച്ചിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു തവണ പോലും ആസ്വദിക്കാത്തത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം ഒരു തവണ ആസ്വദിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് അത് ലഭിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാകും, അത് എത്രത്തോളം മഹത്തരമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും മഹത്തായ ആസ്വാദനം കൽബിന് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അത് അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് സമാധാനം കൊള്ളുക, അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവുക, ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകും. വഖാല ബഅ്ദുൽ മുഹിബ്ബീൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം സാക്ഷാത്കരിച്ച ചില ആളുകൾ പറയുകയുണ്ടായി, മസാക്കീനു അഹ്ലി ദുനിയ, ദുനിയാവിലെ മിസ്കീനുകൾ എന്ന് പറഞ്ഞാൽ ദരിദ്രർ എന്നർത്ഥത്തിലല്ല, സാധുക്കൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ചില ആളുകളെ. പിന്നെ ഇപ്പോൾ കുഫാറുകളെ നോക്കിയിട്ട് സാധുക്കൾ, ഒരു സമ്പന്നരാണെങ്കിലും ഒരു സാധുക്കളാണ്, കാരണം ഈമാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതുപോലെ പറയാണ് സാധുക്കളായിട്ടുള്ള ആളുകൾ. ഖറജു മിന ദുനിയ വമാ ദാഖൂ അത്യബ മാ ഫീഹാ, അവർ ദുനിയാവിൽ നിന്ന് വിട്ടുപോയി, അഥവാ ദുനിയാവിൻ്റെ അവസരം അവർക്ക് കഴിഞ്ഞുപോയി, പക്ഷേ ആ ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കാര്യം അവർ രുചിച്ചില്ല. ഖാലു, അപ്പോൾ ചോദിച്ചു ആളുകൾ, വമാ അത്യബു മാ ഫീഹ, എന്താണ് ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായത്? ഖാല, അപ്പോൾ പറഞ്ഞു, മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, വൽ ഉൻസു ബിഹി, അള്ളാഹുമായിട്ട് ഒറ്റക്കാകുന്ന ഏറ്റവും അടുത്തിട്ടുള്ള അവസ്ഥ, വശൗഖ് ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം, വൽ ഇഖ്ബാലു അലൈഹി, അള്ളാഹുലേക്ക് എല്ലാ നിലക്കും മുന്നിടുക, ഏതൊരു കാര്യത്തിലും പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവുമായിട്ട് അള്ളാഹുലേക്ക് മുന്നിടുക, വൽ ഇഅറാദു അമ്മാ സിവാഹ്, അള്ളാഹു അല്ലാത്ത മറ്റുള്ളതിൽ നിന്നെല്ലാം പിന്തിരിയുക, ഔ നഹ്വി ഹാദാ മിനൽ ഖലാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില വാക്കുകൾ. ഈ ഒരു റിവായത്ത് ഇബ്നു മുബാറക്കിൽ നിന്നും ഇബ്രാഹിം അദ്ഹമിൽ നിന്നും പല സലഫുകളിൽ നിന്നും പല വാക്കുകൾ ചില വ്യത്യാസത്തിലായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ട് കാണാം. വകുല്ലു മൻ ലഹു ഖൽബുൻ ഹയ്യുൻ യശ്ഹദു ഹാദാ വയഅരിഫുഹു ദൗഖൻ
ജീവനുള്ള കൽബിന് പരിപൂർണ ജീവസുറ്റ കൽബായിട്ടുള്ള ഏതൊരാളും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ആ രുചി അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹുവിനെ അറിയുന്നതിൻ്റെയും അള്ളാഹുവിനെ ഈ നിലക്ക് ആരാധിക്കുന്നതിൻ്റെയും. അവിടെ പറഞ്ഞ വിഷയം, ഈ ഒരു ആസ്വാദനവും ഈ ഒരു ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം തടസ്സമാക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ. ഇനി 5 കാര്യങ്ങളിലേക്ക് കിടക്കാണ്. വഹാദിഹിൽ അഷ്യാഉൽ ഖംസ, ഇബ്നു ഖയ്യിം പറയാണ്, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഖാതിഅത്തുൻ അൻ ഹാദാ, ഈ പറഞ്ഞ ഈ ആസ്വാദനത്തിൽ നിന്നും, ദുനിയാവിലെ വിശിഷ്ടമായ കാര്യം ആസ്വദിക്കുന്നതിൽ നിന്നും, ദുനിയാവിലെ സ്വർഗത്തിൽ നിന്നുമെല്ലാം ഒരുവനെ തടയുന്ന കാര്യങ്ങളാണ്. ഹായിലത്തുൻ ബൈനൽ ഖൽബി വബൈനഹു, അത് അവൻ്റെയും അവൻ്റെ കൽബിൻ്റെയും ഇടയിൽ ഒരു മറയിടും. ഈ 5 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെയും കൽബിൻ്റെയും ഇടയിൽ ഒരു മറയിടും. ആയിഖത്തുൻ ലഹു അൻ സൈരിഹി, അവൻ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമായി തീരും. മുഹ്ദിസത്തുൻ ലഹു അംറാളൻ വഇലലൻ, അത് അവനിൽ പല രോഗങ്ങളും രോഗങ്ങളെല്ലാം ഉണ്ടാക്കും. ഇല്ലം യതദാറക്കൽ മരീദു ഖീഫ അലൈഹി മിൻഹാ, ഒരു രോഗി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, ആ രോഗം ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ മേലെ ഭയപ്പെടുന്ന അവസ്ഥയിൽ അത് മാറിത്തീരുകയും ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന 5 കാര്യങ്ങൾ. എന്നിട്ട് അതിൽ ഓരോന്നിനെയും പറ്റി ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. ഫഅമ്മാ മാ തുഅസ്സിറുഹു കസ്റത്തുൽ ഖുൽത, ആളുകളുമായിട്ട് കൂടുതൽ ഒരുമിച്ച് കൂടുക അല്ലെങ്കിൽ കൂടുതൽ ഇടകലരുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട പറയാം. ഇവിടെ ഇടകലരുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ദീനിയായിട്ടുള്ള സുഹൃത്തുക്കൾ, ഇൽമിൻ്റെ മജ്ലിസ്, അല്ലെങ്കിൽ അങ്ങനെ പരസ്പരമുള്ള നസീഹത്ത്, അതുപോലെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശം. അല്ലാതെയുള്ള പൊതുവായിട്ടുള്ള ആളുകളെ കൊണ്ടുള്ള ഇടകലരലാണ്. അത് ഓരോന്നും വ്യത്യാസപ്പെടുത്തി തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഫംതിലാഉൽ ഖൽബി മിൻ ദുഖാനി അൻഫാസി ബനി ആദം ഹത്താ യസ്വദ്ദ, അപ്പോൾ ആളുകളുമായിട്ട്, മനുഷ്യരുമായിട്ട് വെറുതെ ഒരു നിയന്ത്രണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു മാനദണ്ഡവുമില്ലാതെ കൂടിക്കലരുക എന്നുള്ളത്, ഇബ്നു ഖയ്യിം പറയുന്ന ഭാഷാ പ്രയോഗം, അതവൻ്റെ കൽബിൽ നിറക്കും. ഈ മനുഷ്യരുടെ നിശ്വാസത്തിൻ്റെ പുക അവൻ്റെ കൽബിലേക്ക് നിറക്കും, അത് കറുത്തു പോകുന്നവരെ. അഥവാ ഉദ്ദേശം, ആളുകളുമായിട്ട് കൂടിക്കലരുന്ന അതിൻ്റെ ദോഷങ്ങൾ അവൻ്റെ കൽബിനെ ബാധിക്കും. വയൂജിബു ലഹു തശത്തുതൻ വതഫറുഖൻ, അത് അവൻ്റെ കൽബിനെ അള്ളാഹുലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൽ നിന്ന് തെറ്റിച്ച് കളയും, ചിന്ന ഭിന്നമാക്കി കളയും. ഹമ്മൻ വഗമ്മൻ വദഅഫൻ, അത് അവനിൽ ഭയവും പേടിയും ദുർബലതയും എല്ലാം ഉണ്ടാക്കും. വഹംലൻ ലിമാ യഅജിസു അൻ ഹംലിഹി മിൻ മുഅനതി ഖുറനാഇ സൂഹ്, അത് കൂടുതൽ ഉണ്ടാകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശപ്പെട്ട കൂട്ടുകാരുമായിട്ട് കൂടുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളുമായിട്ട് കൂടുന്ന അവസ്ഥയിൽ അവന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന അതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ അവൻ്റെ മേലെ ഉണ്ടാകും. വഇളാഅത്തി മസാലിഹി, അവൻ്റെ നന്മയായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടും. വലിസ്തിഗാലി അൻഹാ ബിഹിം വബി ഉമൂരിഹിം, ഈ ആളുകളുടെ പ്രത്യേകിച്ച് മോശപ്പെട്ട കൂട്ടുകെട്ടും അല്ലെങ്കിൽ ഈ ആളുകളുടെമായിട്ടുള്ള ഇടപഴകൽ, അവരുടെ കാര്യങ്ങളിൽ മുഴുകുക എന്നുള്ളത്, വതഖ്സീമി ഫിക്രിഹി ഫി ഔദിയത്തി മതാലിബിഹിം വഇറാദാതിഹിം, അവരുടെ വിഷയങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അതിൻ്റെ താഴ്വരയിൽ ഒരുവൻ്റെ ചിന്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫമാദാ യബ്ഖാ മിൻഹു ലില്ലാഹി വദ്ദാരിൽ ആഖിറ, അവരിൽ എന്താണ് അള്ളാഹുവിനും പരലോകത്തിനുമായിട്ട് ബാക്കിയുണ്ടാവുക? അവനെന്താണ് അള്ളാഹുവിനും പരലോകത്തിനുമായിട്ട് ബാക്കിയുണ്ടാവുക? അതായത് ആളുകളുമായിട്ട് വെറുതെ ഒരു നിയന്ത്രണവുമില്ലാതെ കൂടിക്കലരുക എന്നുള്ളത്, അവരിൽ നിന്നുള്ള പല കാര്യങ്ങൾ കേൾക്കുക, ഒരുപാട് നന്മകൾ തടസ്സമാവുക, അവരുടെ ചിന്തകൾ, അവരുടെ ആവശ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക, അങ്ങനെ പല രീതിയിൽ ഒരാളുടെ കൽബിനെ തെറ്റിച്ച് കളയും, അഥവാ ചിന്ന ഭിന്നമാക്കി കളയും അള്ളാഹുലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾക്ക് എല്ലാവരും ഇങ്ങനെ കൂടിക്കലർന്നു കഴിഞ്ഞാൽ അവൻ എന്താണ് അള്ളാഹുലേക്ക് ബാക്കിയാക്കാൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഹാദാ വകം ജലബത് ഖുൽതത്തുൻ നാസി മിൻ നിഖ്മ, ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ജനങ്ങളുമായിട്ട് ഈ കൂടിക്കലരുക എന്നുള്ളത് എത്ര അപകടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വദഫഅത് മിൻ നിഅമ, എത്ര നിഅമത്തുകളാണ് അത് തടഞ്ഞിട്ടുള്ളത്. വഅൻസലത് മിൻ മിഹ്ന, എത്ര പരീക്ഷണങ്ങളാണ് അതിലൂടെ വന്നിറങ്ങിയിട്ടുള്ളത്. വഅത്തലത് മിൻ മിൻഹത്തിൻ, എത്ര അനുഗ്രഹങ്ങളാണ് അതിലൂടെ ഒഴിവായി പോയിട്ടുള്ളത്. വഹല്ലത് മിൻ റസിയ വൗഖഅത് ഫി ബലിയ, അവൻ്റെ മേലെ ഒരുപാട് ഞെരുക്കവും ബുദ്ധിമുട്ടുകളും നിർബന്ധമാകുന്ന അവസ്ഥയും ഉണ്ടാകും. ഒരുപാട് പരീക്ഷണങ്ങൾ പോയി വീഴുന്ന, ഒരുപാട് ബലാകൾ സംഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ജനങ്ങളുമായിട്ട്
ഒരു കാര്യമില്ലാതെ വെറുതെ കൂടിക്കലർന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക, അവരുമായിട്ട് ഇടപഴകുക, അവരുടെ ചിന്തകൾ, അവരുടെ കാര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം കേൾക്കുക, അതെല്ലാം ഖൽബിനെ ഫസാദാക്കി കളയും. വഹൽ ആഫത്തുന്നാസ് ഇല്ലന്നാസ്, ജനങ്ങളെ കൊണ്ടല്ലാതെ ജനങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുമോ? അഥവാ അവരുമായിട്ട് നമ്മൾ ഈ കൂടിക്കലർന്നുകൊണ്ടല്ലാതെ അവരുടെ ഉപദ്രവം നമുക്ക് ഉണ്ടാവാതിരിക്കുമോ? അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. വഹൽ കാന അല അബീ ത്വാലിബിൻ ഇൻദൽ വഫാത്തി അദറു മിൻ ഖുറനാഇ സൂ, അബൂ താലിബിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിദർവ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് ആ മോശപ്പെട്ട കൂട്ടുകെട്ടല്ലേ ഏറ്റവും വലിയ ദോഷമുണ്ടാക്കിയത്. ലം യസാലു ബിഹി ഹത്താ ഹാലു ബൈനഹു വബൈന കലിമത്തിൻ വാഹിദത്തിൻ തൂജിബു ലഹു സആദത്തുൽ അബദ്. ആ അബൂ താലിബിൻ്റെയും ആ എന്നെന്നും നിലനിൽക്കുന്ന ആ വിജയം, സൗഭാഗ്യം നിർബന്ധമാക്കുന്ന കലിമത്തിൻ്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും ഇടയിൽ ഒറ്റ ഒരു മറ ഇട്ടിട്ടുള്ളൂ. അത് ഈ സുഹൃത്തുക്കളെ കാരണമാണ്. ആ അബൂ താലിബിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അന്ന് മരണസമയത്ത് അബൂജഹലും കൂട്ടരുമായിട്ടുള്ള അബൂ താലിബിൻ്റെ മെയിൻ കൂട്ടുകാരവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ ദിർവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കൊരു നിങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്താൻ ഒരു ഹുജ്ജത്താകുമല്ലോ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം കൂട്ടുകാരായിട്ടുള്ള അബൂജഹലും കൂട്ടരും പറഞ്ഞത് എന്താ, നിങ്ങളങ്ങനെ പറയരുത്, നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങളത് പറയാൻ പാടില്ല, നിങ്ങളുടെ ഉപ്പാൻ്റെ ദീനിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് അത് പറയാൻ തയ്യാറായില്ല. വഅലാ ദീനി അബി ത്വാലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ദീനിലാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കാഫിറായിക്കൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ കൂട്ടുകെട്ടിൻ്റെ അപകടം പറയാണ്. എന്നിട്ട് പറയാണ്, വഹാദിഹിൽ ഖുൽതതു അല്ലത്തി തകൂനു അലാ നൗഇ മവദ്ദത്തിൻ ഫി ദുനിയ, ഈ ഒരു കൂട്ടുകെട്ട് അഥവാ ഈ മോശം കൂട്ടുകെട്ടാകുന്ന ഈ ഒരു കൂട്ടുകെട്ട് എന്നുള്ളത് എന്തിൻ്റെ മേലെയാണ് ഉണ്ടാകുന്നത്? ദുനിയാവിന് വേണ്ടിയുള്ള ഇഷ്ടത്തിൻ്റെ മേലെ ആയിരിക്കും. അഥവാ ഇതുപോലെയുള്ള മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ ഒരു ദീനിയായിട്ടൊരു ഉപകാരമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത് ദുനിയാവിൻ്റെ പേരിലായിരിക്കും. ദുനിയാവിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങളോ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. വഖളാഇ വതരി ബഅദിഹിം മിൻ ബഅദ്, പരസ്പരം അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതോ ഒരു മറ്റവനെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവനായിട്ടുള്ളൊരു ബന്ധം, സ്നേഹബന്ധം വെക്കും. നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ കച്ചവടത്തിലോ അല്ലെങ്കിൽ വേറെ ഭൗതികമായിട്ട് തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവനായിട്ടൊരു കൂട്ടുകെട്ട് വെക്കും. അവൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അല്ലെങ്കിൽ അവൻ ഡോക്ടറാണ്, അവന് കുറച്ച് അധികാരമുണ്ട്. അങ്ങനെ നമുക്ക് ദുനിയവി ആയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോഴാണ് ചില ബന്ധങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, എന്നാൽ തൻഖലിബു ഇദാ ഹഖത്തിൽ ഹഖായിഖ് അദാവതൻ, ഈ ദുനിയാവിന് വേണ്ടി ഉണ്ടായിരുന്ന ഈ സുഹൃത്ബന്ധവും സ്നേഹവും എല്ലാം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വെളിവാകുന്ന സമയത്ത് അത് ശത്രുതയായിട്ട് മാറും. യഅബ്ദു അൽ മുഖാലിതു അലൈഹ യദൈഹി നദമൻ, ഈ കൂട്ടുകൂടിയവൻ നാളെ പരലോകത്ത് അവൻ്റെ കൈ കടിക്കും. നിരാശ കൊണ്ട്, ഖേദം കൊണ്ട്, പറ്റിപ്പോയല്ലോ എന്ന നിലക്ക് അവൻ്റെ കൈയും വിരലും കടിക്കുന്ന അവസ്ഥയുണ്ടാകും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളിൽ, വയൗമ യഅദ്ദു ദ്ദാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, അന്നേ ദിവസം അക്രമം ചെയ്തവൻ അവൻ്റെ കൈകൾ കടിക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, ഞാൻ റസൂലിനോടൊപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എൻ്റെ നാശമേ, എനിക്കിനി അതിന് സാധിക്കില്ലല്ലോ. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ നാശം, എനിക്കിനി ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ ഇന്നാലിന്ന ആളെ സുഹൃത്തായി സ്വീകരിച്ചു പോയല്ലോ. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, അവൻ എന്നെ വഴികേടിലാക്കി, എനിക്ക് യഥാർത്ഥ ഹക്ക് ദിക്ർ വന്നതിന് ശേഷം, ഉത്ബോധനം വന്നെത്തിയതിനു ശേഷവും അവൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞു. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, മനുഷ്യൻ പിശാചിനെ കൈവിടുന്നവനാണ് എന്ന നിലക്ക് പറയാൻ. അപ്പോൾ ഈ നിലക്കാണ് ഒരാളുടെ അവസ്ഥ പരലോകത്ത് ദുനിയാവിന് വേണ്ടി സ്നേഹിച്ചവരുടെ അവസ്ഥ ഉണ്ടാവുക. വഖാല തആല, മറ്റൊരായത്ത് സൂറത്ത് സുഖ്റൂഫിലെ 67-ാമത്തെ ആയത്ത് കൊടുക്കുന്നുണ്ട്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, ഇന്ന് ദുനിയാവിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, പരസ്പരം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ, മുത്തഖീങ്ങൾ മാത്രമേ അവിടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, എങ്ങനെയാണ് ആളുകളുമായിട്ട് കൂടിക്കലരേണ്ടത്, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപഴകേണ്ടത് എങ്ങനെയാണ്, അതിനുള്ള ലവാബിത്തുകൾ, അതിനുള്ള നിബന്ധനകൾ എന്താണ്
ഇബ്നുൽ ഖയ്യിം പറയുന്നു. വദ്ദാബിത്തു നാഫിഉ ഫി അംരിൽ ഖുൽത, ജനങ്ങളുമായിട്ട് ഈ കൂടിക്കലരുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻ യുഖാലിത്തന്നാസ ഫിൽ ഖൈർ, ഖൈറായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങളുമായിട്ട് കൂടിക്കലരുക. ഏതുപോലെ കൽ ജുമുഅ വൽ ജമാഅ, ജുമുഅക്ക് ജമാഅത്ത് നിസ്കാരത്തിന്, വൽ അഅയാദ് വൽ ഹജ്ജ്, ഈദുകൾക്ക് ഈദ് നിസ്കാരങ്ങൾക്ക്, ഹജ്ജിന്, വതഅലീമിൽ ഇൽമ്, ഇൽമ് പഠിപ്പിക്കാൻ അതിനൊക്കെ പറ്റും. വൽ ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, വൻ നസീഹത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നസീഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നന്മകളായിട്ടുള്ള കാര്യങ്ങൾ, ആ നന്മയിൽ അവരുമായിട്ട് കൂടിക്കലരുക. വയഅ്തസിലഹും ഫിശ്ശർ, എന്നാൽ ഷർറായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് ഒഴിവാവുക. ഷർറ് ആണ് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിന് ഒഴിവാകുക. ഫുദൂലിൽ മുബാഹാത്ത്, ഷർറ് മാത്രമല്ല അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ അമിതമാകുന്നത്. അനുവദനീയമായ കാര്യമായിരിക്കും, അശ്ലീലമായിട്ട് അനുവദനീയമായിരിക്കും, പക്ഷെ അത് അമിതമാവുക. ഇപ്പോൾ ചില സംസാരങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങൾ അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാവട്ടെ, അതൊരു പരിധി വിട്ടിട്ട് അതിൽ തന്നെ മുഴുകുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരിൽ നിന്ന് ഒഴിവാവുക. ഫൈദാ ദഅത്തിൽ ഹാജത്തു ഇലാ ഖുൽതതിഹിം ഫിശ്ശർ, ഇനി ചില സന്ദർഭങ്ങളിൽ ജനങ്ങളുമായിട്ട് കൂടിക്കലർന്നേ പറ്റൂ, ഷർറായിരിക്കും, പക്ഷെ നിർബന്ധിതനാകുന്ന ചില സാഹചര്യങ്ങൾ ചിലപ്പോഴുണ്ടാകും. മനുഷ്യൻ്റെ ആ സാമൂഹിക ജീവി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലം യുംകിൻഹു ഇഅ്തിസാലുഹും, അവരിൽ നിന്ന് എങ്ങനെ ഒഴിവായി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഫൽഹദ്റ അയ്യുവാഫിഖഹും, നീ സൂക്ഷിക്കണം, ഗൗരവത്തിൽ സൂക്ഷിക്കണം അവരോടൊപ്പമാകുന്നത്. അഥവാ അവരോടൊപ്പം നിൽക്കല്ലാതെ ഒരു വഴി ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരോടൊന്നും മാറി നിന്നാൽ അവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തും. അവർ ഷെറിലാണ് ഒരുമിക്കുന്നത് നിൽക്കുക, എന്നാലും അവരോടൊപ്പം ചേരരുത്, മാറിയിരിക്കണം. വലിയസ്ബിർ അല അദാഹും, അങ്ങനെ അതിൻ്റെ പേരിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളുണ്ടല്ലോ, അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം അതിൽ ക്ഷമിക്കുക. ഫൈനഹും ലാ ബുദ്ദ അൻ യുഅ്ദൂഹു ഇല്ലം യകുൻ ലഹു ഖുവ്വത്തുൻ വലാ നാസിറുൻ, നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയും അല്ലെങ്കിൽ നിനക്ക് പ്രത്യേകം സഹായിക്കാനുള്ള സഹായമൊന്നുമില്ല എങ്കിൽ, അഥവാ ഒരു നാട്ടിൽ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ കുടുംബം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കാൻ ഒരാളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം കൂടാത്തതിൻ്റെ പേരിൽ അവർ നിന്നെ ഉപദ്രവിക്കും. വലാകിൻ അദൻ യഅഖൂബുഹു ഇസ്സുൻ വ മഹബ്ബത്തുൻ ലഹു വ തഅലീമുൻ, പക്ഷേ അവരുടെ ഈ ഉപദ്രവങ്ങൾ, വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, അത് നിനക്കൊരിക്കൽ പ്രതാപമായിക്കൊണ്ടും അവരുടെ ഇഷ്ടം നേടിത്തരുന്ന കാര്യമായിക്കൊണ്ടും ഒരുവന് അതുപോലെ തന്നെ അവൻ്റെ മഹത്വമുണ്ടാകുന്ന കാര്യമായിട്ട് മാറും. വസനാഉൻ അലൈഹി മിൻഹും വമിനൽ മുഅ്മിനീൻ, അവരിൽ നിന്നും മുഅ്മിനീകളിൽ നിന്നും പ്രശസ്തി കിട്ടുന്ന അല്ലെങ്കിൽ അവർ പുകഴ്ത്തുന്ന ഒരവസ്ഥയിൽ അത് മാറിത്തീരും. വമിൻ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിൽ നിന്നും അതങ്ങനെയാണ് ഉണ്ടാവുക. വമുവാഫഖതുഹും യഅഖുബുഹ, ഷർറായ കാര്യങ്ങളിൽ അവരോട് ചേരുക, അവരോടൊപ്പം നിൽക്കുക, യോജിക്കുക എന്നുള്ളത് അതെന്താ അവസാനത്തിൽ കൊണ്ടുവരിക? ദുല്ലുൻ വബുഗ്ദുൻ ലഹു, അവന് നിന്ദ്യതയും അവരുടെ തന്നെ വെറുപ്പാണ് ഉണ്ടാവുക. വമഖ്തുൻ, കോപവും അതുപോലുള്ള കാര്യങ്ങൾ. വദമ്മും മിൻഹും വമിൽ മുഅ്മിനീൻ, അവരിൽ നിന്നും മുഅ്മിനീങ്ങളിൽ നിന്നും അവന് ഭാവിയിൽ അതെന്താകും? അവനൊരു ആക്ഷേപമായി തീരും. വമിൻ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിൽ നിന്നും അതങ്ങനെയായിരിക്കും. ചുരുക്കത്തിൽ ഖൈറായിട്ടുള്ള കാര്യങ്ങളിൽ അവരുമായിട്ട് ഇടപഴകുക, ഷർറായിട്ടുള്ള കാര്യങ്ങളിൽ ഒഴിവായി നിൽക്കുക. ഇനി ചില സന്ദർഭങ്ങളിൽ, ചില നാടുകളിൽ, ചില സാഹചര്യങ്ങളിൽ ഷർറിൽ ഒരുമിച്ച് കൂടെല്ലാം ഒരു വഴി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ അവരിൽ നിന്ന് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടൊക്കെ ഉണ്ടാകും. അതിൽ ക്ഷമിക്കുക. അത് പിന്നീട് അതിൻ്റെ അവസാനത്തിൽ നിനക്ക് അതിനുള്ള സമറത്ത്, അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാക്കിത്തരും. എന്നിട്ട് പറയുകയാണ്, ഫസ്സബ്റു അലാ അദാഹും ഖൈറുൻ വഅഹ്സനു ആഖിബതൻ വഅഹ്മദു മആലൻ, അവരുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പര്യവസാനവും ഏറ്റവും നല്ല മടക്കവുമായിട്ട് അവസാനവുമായിട്ട് തീരുക. വഇൻ ദഅത്തിൽ ഹാജത്തു ഇലാ ഖുൽതതിഹിം ഫീ ഫുളൂലിൽ മുബാഹാത്ത്, ഇനി ഷർറ് കഴിഞ്ഞു, ഇനി മുബാഹായ കാര്യങ്ങളിൽ അത് അധികരിച്ചു പോവുകയാണ്. അഥവാ പ്രത്യേകിച്ച് തെറ്റല്ലാത്ത സംസാരമായിരിക്കും, പക്ഷെ അതെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ അധികരിച്ച ഫുളൂലുകൾ, പിന്നെ മുബാഹാത്തുകൾ, അനുവദിച്ച കാര്യങ്ങൾ അധികരിച്ചതിൽ അവരോട് കൂടിക്കലരുന്ന അവസ്ഥയിൽ ഫലിയജ്തഹിദ് അൻ യഖ്ലിബ ദാലികൽ മജ്ലിസ ത്വാഅതൻ ലില്ലാഹി നംകനഹു, ആ ഒരു മജ്ലിസിനെ, ഇപ്പം കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അവർ, അതായത് കുറഞ്ഞ രീതിയിൽ
അതായത് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയം എന്നുള്ള നിലക്ക് ഉദ്ദേശിച്ചത് ഭൗതികമായിട്ടുള്ള എന്നാൽ സംസാരിക്കൽ ഹറാമല്ലാത്ത വൃത്തികേടുകളോ മ്ലേച്ഛതയോ ഒന്നും അല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലാണ് നീ അവരോടൊപ്പം ഇരിക്കുന്നതെങ്കിലോ നിനക്ക് സാധിക്കുന്ന പരമാവധി പരിശ്രമിക്കുക ആ ഒരു മജ്ലിസിനെ അള്ളാഹുവിനുള്ള അനുസരണത്തിലേക്ക് മാറ്റാൻ. അഥവാ എന്തെങ്കിലും ദീനിയായ ഉപകാരമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടോ പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടോ ആ നിലക്കൊക്കെ അതിനെ മാറ്റാൻ നോക്കുക. വയുഷജ്ജിഉ നഫ്സഹു വയുഖവ്വി ഖൽബഹു, അതിനുവേണ്ടി നീ സ്വന്തത്തെ ഒരുക്കുക, ശക്തിപ്പെടുത്തുക, അഥവാ അത് സംസാരിക്കാനും ആ കാര്യത്തെ മാറ്റിയെടുക്കാനും. വലാ യൽതഫിത് ഇലൽ വാരിദി ശൈത്വാനിൽ ഖാതിലഹു അൻ ദാലിക്, അത് നീ ചെയ്യുന്ന സമയത്ത് ആളുകൾക്കിടയിൽ ആളുകൾ മറ്റു പല കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ദീന് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഉപകാരപ്രദമായുള്ള കാര്യം സംസാരിക്കുന്ന സമയത്ത് പിശാച് നിന്റെ ഉള്ളിലേക്ക് വരുത്തിയിടുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നീ ശ്രദ്ധ കൊടുക്കുകയേ വേണ്ട. എന്താ കാര്യം? ബി അന്നഹാദാ റിയാഉൻ വ മഹബ്ബത്തുൻ ലി ഇദ്ഹാരി ഇൽമിക ഫാലിക്, ഇത് നീ ചെയ്യുന്നത് റിയാ ആണ്. ആളുകളുടെ മുമ്പിൽ നിന്റെ ഇൽമ് കാണിക്കാൻ വേണ്ടിയിട്ടും നിന്റെ അവസ്ഥ നീ ഇങ്ങനെ അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നീ ഇന്ന പോലത്തെ ആളാണ് ഇന്നതൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ ആളുകൾക്ക് അറിയണം. അതൊക്കെ ആളുകൾ അറിയുന്നത് നിന്റെ ഇഷ്ടം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. കാരണം ശൈത്താൻ ആ സദസ്സ് എന്താവരുത്, അള്ളാഹിനെ അനുസരിക്കുന്ന സദസ്സായി മാറരുത്. ആ മാറാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ ശൈത്താൻ ഇങ്ങനത്തെ ചിന്ത ഇട്ട് വരും. അത് നീ പരിഗണിക്കുകയേ ചെയ്യരുത്. വനഹ്വദാലിക്, അതുപോലുള്ള എന്ത് വന്നാലും ഫൽ യുഹാരിബ്ഹു, ശൈത്താനോട് നീ പോരാടുക. വലയസ്തഈൻ ബില്ലാഹ്, അള്ളാഹിനോട് സഹായം ചോദിക്കുക. വയുഅസ്സിർ ഫീഹിം മിനൽ ഖൈരി മാ അംകനഹു, സാധിക്കുന്ന അത്ര അവിടെ ഖൈർ കൊണ്ടുവരാൻ വേണ്ടി നീ പരിശ്രമിക്കുക. ആ ഒരു സദസ്സിനെ ഖൈറായിട്ടുള്ള സദസ്സാക്കി മാറ്റാൻ നീ എങ്ങനെയൊക്കെ പറ്റുമോ ആ രീതിയിൽ നീ പരിശ്രമിക്കുക. അപ്പം ജനങ്ങളായിട്ട് കൂടിക്കൊള്ളും. ഷെറിൻ്റെ വിഷയത്തിൽ പറഞ്ഞു ഒഴിവായി നിൽക്കുക. ഫുദൂലുൽ മുബാഹാത്താണ് നടക്കുന്നതെങ്കിൽ അവിടെ ഈ നിലക്കുള്ള കൊണ്ടുവരിക. ഇനി ഫൈൻ അജ്ജസത്ഹുൽ മഖാദിറു അൻ ദാലിക്, ഇനി നിനക്കതിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള കഴിവൊന്നുമില്ല, ഒരു സദസ്സിനെ അങ്ങനെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിവൊന്നുമില്ല എങ്കിൽ فليسل قلبه من بينهم كسل الشعرة من العجين, ഒരു മാവിൻ്റെ ഇടയിലെങ്ങാനും വല്ല രോമങ്ങളും കുടുങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മുടി കുടുങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിനെ വലിച്ചെടുക്കുന്നത് പോലെ അവൻ്റെ കൽബിനെ വലിച്ചെടുക്കട്ടെ എന്ന്. അഥവാ ഈ ഒരു പ്രയോഗം അറബിയിൽ ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തെ ഏറ്റവും നല്ല കഴിവിൽ ചെയ്യുന്നതിനാണ്. അതായത് ഒരു മാഹിറായിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ ഏറ്റവും പെർഫെക്ഷനിൽ ഏറ്റവും അതിൻ്റെ കൃത്യമായൊരു നാക്കിൽ ചെയ്യാന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ചെയ്യട്ടെ. എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ്റെ കൽബിനെ അതിൽ നിന്ന് വലിച്ചെടുക്കട്ടെ എന്നുള്ളത്. എന്താ ഉദ്ദേശം? ഫൽയക്കുൻ ഫീഹിം ഹാദിറൻ ഗായിബൻ, അവൻ ആ സദസ്സിൽ ഹാദിറും ആയിരിക്കും ഗായിബും ആയിരിക്കും. അതേപോലെ ഖരീബൻ ബഈദൻ, അവൻ അതിനോട് അടുത്തിട്ടുണ്ടാവും എന്ന വിദൂരത്തും ആയിരിക്കും. നാഇമൻ യഖ്ബാനൻ, അവൻ ഉറന്നിരിക്കുന്നുണ്ടാവും എന്ന ഉറങ്ങുമായിരിക്കും. യൻദുറു ഇലൈഹിം വലാ യുബ്സിറുഹും, അവൻ അവരിലേക്ക് നോക്കുന്നുണ്ടാവും പക്ഷെ അവരെ കാണുന്നുണ്ടാവില്ല. വയസ്മഉ കലാമഹും വലാ യഈ, അവർ പറയുന്നത് കേൾക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും തലയിൽ കയറുന്നുണ്ടാവില്ല. ലിഅന്നഹു ഖദ് അഖദ ഖൽബഹു മിൻ ബൈനിഹിം, കാരണം അവൻ്റെ ഖൽബിനെ അവരുടെ ഇടയിൽ നിന്ന് എടുത്തിട്ടുണ്ടാകും. വറഖാ ബിഹി ഇലൽ മലഇൽ അല, അവൻ ആ ഖൽബുമായിട്ട് ഉന്നതമായ സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഖൽബ് കൊണ്ട് ഉയർന്നിട്ടുണ്ടാവും. യുസബ്ബിഹു ഹൗലൽ അർശി മഅൽ അർവാഹിൽ ഉൽവിയ്യ സക്കിയ, അർശിന് ചുറ്റും മഹത്തായിട്ടുള്ള റൂഹുകൾ, ഇപ്പോൾ മലക്കുകളുണ്ട്, അതുപോലെ തന്നെ ശുഹദാക്കളുടെ റൂഹുകളുണ്ട്. അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് പോലെ അവൻ കൽബ് കൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർന്ന് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയായിരിക്കും. അതായത് ഇപ്പോൾ ചില സദസ്സുകൾ ഉണ്ടാകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർ ഇങ്ങനത്തെയൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷേ അവനവിടെ ഇല്ലാത്ത പോലെ ആയിരിക്കും അവൻ്റെ അവസ്ഥ. അവൻ്റെ കൽബ് അവിടെ ഉണ്ടാവുകയില്ല. അവനവർ പറയുന്നത് കേൾക്കുന്നുണ്ടാകും, അവരുടെ അടുത്തുണ്ടാവും പക്ഷെ അവൻ ഏതോ ദൂരത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും. അവനവർ പറയുന്നത് കേൾക്കുന്നുണ്ടാവും പക്ഷെ അവനതിൽ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവനവരെ കാണുന്നുണ്ടാവും പക്ഷെ അവൻ കാണാത്ത പോലെ അവൻ വേറെന്തോ അവസ്ഥയിലായിരിക്കും. അതേപോലെ അവൻ്റെ കൽബ് എപ്പോഴോ അള്ളാഹുവിൻ്റെ ചിന്തയിൽ അള്ളാഹുവിൻ്റെ ദിക്റിലായിക്കൊണ്ട് മാറി നിന്നിട്ടുണ്ടാവും, ഇവരോടൊപ്പം ശരീരം കൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വമാ അസ്അബ ഹാദാ വ അശഖഹു അലൻ നുഫൂസ്, ഇതെന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് ഈ നിലക്ക് ആവുക എന്നുള്ളത്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി, അള്ളാഹു എളുപ്പമാക്കിയവർക്ക് അത് എളുപ്പമായിരിക്കും. ഫബൈനൽ അബ്ദി വബൈനഹു അയ്യസ്ദുഖല്ലാഹ്, ഇവിടെ അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഉണ്ടാകേണ്ട കാര്യം സിദ്ഖ് ഉണ്ടാവുക എന്നുള്ളതാണ്.
അവൻ സത്യസന്ധനാവുക എന്നുള്ളതാണ് അള്ളാഹുവിനോട്. വയുദീമൽ ലജ്അ ഇലൈഹി, അതുപോലെ തന്നെ എപ്പോഴും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ളവർക്കേ ഇത് എളുപ്പമാവുകയുള്ളൂ. വയുൽഖി നഫ്സഹു അലാ ബാബിഹി ത്വരീഹൻ ദലീലൻ, അവൻ അവൻ്റെ സ്വന്തത്തെ അള്ളാഹുവിന് മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് വീണ് കിടക്കുന്ന ഒരുവനെ പോലെ ആവട്ടെ. വലാ യുഈനു അലാ ഹാദാ ഇല്ലൽ മഹബ്ബത്തു സ്വാദിഖ, ഈ ഒരു അവസ്ഥയിൽ ഖൽബിനെ മാറ്റിയെടുക്കണമെങ്കിൽ അവന് സത്യസന്ധമായ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലാതെ സാധിക്കില്ല. വദിക്റുദ്ദാഇം ബിൽ ഖൽബി വൽ ലിസാൻ, എപ്പോഴും നിലനിൽക്കുന്ന ഖൽബ് കൊണ്ടും നാവ് കൊണ്ടുമുള്ള അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടും സ്മരണ കൊണ്ടുമല്ലാതെ അതവന് സാധിക്കില്ല. വതജന്നുബുൽ മുഫ്സിദാത്തിൽ അർബഇൽ ബാഖിയൽ ആതി ദിക്റുഹ, ഇനി പറയാൻ പോകുന്ന ബാക്കിയുള്ള 4 മുഫ്സിദാത്തുകളിൽ നിന്ന് ഒഴിവായെങ്കിലും അല്ലാതെ അവനത് സാധിക്കൂല. വലാ യനാലു ഹാദാ ഇല്ലാ ബിഉദ്ദത്തിൻ സ്വാലിഹ, ഏറ്റവും നല്ല കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അഥവാ നന്മകൾ ഒരുക്കിക്കൊണ്ടല്ലാതെ അവന് നേടാൻ സാധിക്കില്ല. വമാദത്തി ഖുവ്വത്തി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ശക്തി നേടിക്കൊണ്ടല്ലാതെ. വഅസീമത്തിൻ സ്വാദിഖത്തിൻ, സത്യസന്ധമായ ദൃഢനിശ്ചയം കൊണ്ടല്ലാതെ. വഫറാഗിൻ മിനത്ത് തഅല്ലുഖ് ബിഗൈരില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അല്ലാതെ മറ്റെന്തെങ്കിലുമായിട്ട് ഖൽബ് തഅല്ലുഖാവുന്നതിൽ നിന്ന് ഒഴിവായാലല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ അവൻ്റെ ഖൽബിനെ മാറ്റാൻ സാധിക്കില്ല. അഥവാ ആളുകളുമായിട്ട് കൂടിക്കലരുന്നുണ്ടെങ്കിൽ കൂടി അവന് അതിൽ നിന്ന് ഖൽബ് ഒഴിവായിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് ജനങ്ങളുമായിട്ട് കൂടിക്കലരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഖൈറിൽ അവരുമായിട്ട് കൂടിക്കലരുക, ഷർറിൽ ഒഴിവാവുക. ഫുദൂൽ മുബാഹാത്തിൽ അങ്ങനെയുള്ള സദസ്സുകളെ മാറ്റിയെടുക്കാൻ, അത് ഒരു ഇൽമിൻ്റെ സദസ്സായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ സദസ്സായി ആ സദസ്സായി മാറ്റിയെടുക്കാനുള്ള പണിയെടുക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അല്ലാതെയാവുക, അഥവാ ഖൽബ് കൊണ്ട് മാറിയിരിക്കുക എന്നുള്ളത്. അടുത്തത് അൽ മുഫ്സിദു الثاني മിൻ മുഫ്സിദാത്തിൽ ഖൽബ്, ഖൽബിൻ്റെ ഫസാദാക്കുന്ന കാര്യത്തിൽ രണ്ടാമത്തേത് റുകൂബുഹു ബഹ്റത്ത് തമന്നി, വ്യാമോഹങ്ങളുടെ കടലിൽ അവൻ പ്രവേശിക്കുക എന്നുള്ളത്. അഥവാ വെറുതെ ഒരു മോഹങ്ങൾ, ഒരു അടിസ്ഥാനവുമില്ലാത്ത ധാരാളം കാര്യങ്ങൾ അവൻ ചിന്തിച്ചും സ്വപ്നം കണ്ടും മോഹിച്ചും ഇരിക്കുന്ന അവസ്ഥ. വഹുവ ബഹ്റുൻ ലാ സാഹില ലഹു, അത് ഒരു കരയില്ലാത്ത അല്ലെങ്കിൽ തീരമില്ലാത്ത കടൽ പോലെയാണത്. ആ വ്യാമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. വഹുവൽ ബഹ്റുല്ലദീ യർകുബുഹു മഫാലീസുൽ ആലം, എർക്കബുൽ മഫാലീസുൽ ആലം, അവൻ അത് എന്താണ്, എന്ത് കടലാണത്? ആ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഫ്ലിസീങ്ങൾ, മുഫ്ലിസ് എന്ന പാപ്പരുകൾ, ഒന്നുമില്ലാത്ത ആളുകൾ, അവർ യാത്ര ചെയ്യുന്നതാണ്. അഥവാ വെറുതെ സ്വപ്നം കണ്ട് മോഹങ്ങളുടെ പിന്നാലെ പോവുക. കമാ ഖീല, പറയപ്പെടുന്നത് പോലെ ഇന്നൽ മുനാറസു അംബാൽ മഫാലീസ്, ഈ മുഫ്ലിസായ ആളുകളുടെ, പാപ്പരായ ആളുകളുടെ മൂലധനം എന്ന് പറഞ്ഞാൽ അത് ഈ വ്യാമോഹമാണ്, ഈ മോഹങ്ങളാണ്. വബിളാഅത്തു റുക്കാബിഹി മവാഇദു ശയാത്തീൻ, ഇവർക്ക് ഈ യാത്രക്കാർക്കുള്ള യാത്രാ വിഭവം എന്ന് പറഞ്ഞാൽ ശൈത്താൻ കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. വഖയാലാത്തുൽ മുഹാൽ വൽ ബുഹ്താൻ, ഒരിക്കലും സംഭവിക്കാത്ത അസംഭവ്യമായിട്ടുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത ചില സ്വപ്നങ്ങളും മറ്റുമാണ്. ഫലാ തസാലു അംവാജുൽ അമാനിൽ കാദിബ വൽ ഖയാലാത്തുൽ ബാത്തില തതലാഅബു ബിറാകിബി കമാ യുതലാഅബു ബിൽ ജീഫ, അവരെ കൊണ്ട് ഈ വ്യാമോഹങ്ങളുടെ തിരമാലകളും അതുപോലെ തന്നെ നിരർത്ഥകമായ സ്വപ്നങ്ങളും ചിന്തകളുമെല്ലാം ഒരു ശവത്തിനെ കൊണ്ട് എങ്ങനെയാണോ ഒരു തിരമാല ശവം കൊണ്ടുപോയിട്ട് അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക, കാരണം ഒന്നും പ്രത്യേകിച്ചൊരു വികാരം ഉണ്ടാവില്ല, അതങ്ങനെ പോവല്ലേ, അതുപോലെ ഇവനെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. വഹിയ ബിളാഅത്തു കുല്ലി നഫ്സിൻ മഹീനത്തിൻ ഖസീസത്തിൻ സുഫ്ലിയ, അത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള, പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഹിമ്മത്തുമില്ലാത്ത, എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും മുന്നേറണമെന്നോ ഒരു ഉദ്ദേശമില്ലാത്ത ആളുകളുടെ ചരക്കാണത്. ലൈസത്ത് ലഹ ഹിമ്മത്തുൻ തനാലു ബിഹൽ ഹഖായിഖൽ ഖാരിജിയ, ഈ ഒരു സ്വപ്നത്തിൻ്റെ അപ്പുറത്തേക്ക്, അഥവാ ഈ ഒരു സ്വപ്നവും വ്യാമോഹവും ആയിട്ടുള്ള ഈ ഒരു ചിന്ത, ഈ സ്വപ്നം, അതിൻ്റെ അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവന് യാതൊരു ചിന്തയും ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. ഫഅതാവത് അൻഹാ ബിൽ അമാനിഹി ദിഹ്നിയ, അവൻ ജീവിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ആ പുറത്തേക്ക് കടക്കാൻ അവൻ്റെ സ്വപ്നത്തിലുള്ള ചിന്തകൾ അവനെ തടഞ്ഞിട്ടുണ്ടാവും.
അവൻ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ചില നമ്മളുണ്ടാവില്ല, നമ്മൾ അങ്ങനെയൊക്കെ നടക്കും, ഒരുപാട് അതുണ്ടാവും, അതെങ്ങനെയാവും, അതെങ്ങനെ ആയിരിക്കും, അതിൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വരും, അങ്ങനെയൊക്കെ ആ നിലക്ക് ഇങ്ങനെ നടക്കും. അവനതിൻ്റെ പുറത്തുള്ള യാഥാർത്ഥ്യമൊന്നും അതിനൊന്നും സാധ്യതയില്ല, അതിനുള്ളതില്ല, അവൻ പണിയെടുക്കൊന്നുമില്ല, അവൻ വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള അവസ്ഥയിലായിരിക്കും. ഫയുമസ്സിലുൽ മുതമന്നി സൂറത്തൻ മത്ലൂബത്തൻ ഫീ നഫ്സിഹി ഫഖദ് ഫാസ ബിവുസൂലിഹാ. ഇവർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും, അവനെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം അവന് കിട്ടിയെന്നുള്ളത് അവൻ്റെ സ്വന്തത്തിൽ അവൻ ഇങ്ങനെ മനസ്സിലാക്കി ചിന്തിക്കും. എന്നിട്ട് അത് കിട്ടിയ സന്തോഷം അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു കാറ് വേണം, അല്ലെങ്കിൽ ഒരാൾക്ക് അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവൻ പ്രണയിക്കുന്ന ഒരു സ്ത്രീയെ വേണം, അല്ലെങ്കിൽ അവന് സ്വപ്നം കാണുന്ന ഒരു വീട് വേണം, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം. അപ്പോൾ അവന് പിന്നെ അതൊക്കെ കണ്ടിട്ട് അവൻ്റെ മനസ്സിൽ അതെനിക്ക് കിട്ടി എന്ന നിലക്ക് സ്വപ്നം കണ്ട് അവൻ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ബിൽബഫരിബിഹ, അവൻ്റെ മനസ്സിൽ അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള നിലയിൽ അവൻ മനസ്സിലിങ്ങനെ ഒരു ഖയാലിൽ ഒരു ചിന്തയിൽ സ്വപ്നം കണ്ട് അതിങ്ങനെ ഒരു ആസ്വാദനം കൊള്ളും. ഫബൈനാഹു അലാ ഹാദിഹിൽ ഹാൽ ഇദ ഇസ്തൈഖള ഫഇദാ യദ്ഹു വൽ ഹസീർ. അവൻ്റെ പെട്ടെന്ന് അവന് ബോധം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, അഥവാ ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ബോധം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, എണീറ്റ് കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ കയ്യിൽ ഒരു വൈക്കോൽ തുരും പോലും ഇല്ല, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവൻ്റെ അവസ്ഥ എന്നുള്ള നിലക്ക് അവന് പിന്നെ ബോധ്യം ഉണ്ടാകും. വസാഹിബുൽ ഹിമ്മത്തിൽ അലിയ അമാനീഹി ഹായിമത്തുൻ ഹൗലൽ ഇൽമി വൽ ഈമാൻ. എന്നാൽ ഹിമ്മത്തുൽ ആലിയ, ഉന്നതമായ അഭിലാഷങ്ങളുള്ള ചിന്തകളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇൽമിൻ്റെയും ഈമാനിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. അവൻ്റെ ലക്ഷ്യം, ചിന്ത അവന് ഇൽമിൻ്റെയും ഈമാനിൻ്റെ അടിസ്ഥാനമായിരിക്കും. വൽ അമലില്ലദി യുഖർരിബുഹു മിൻ റബ്ബിഹി, അവന് അവൻ്റെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളായിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവുക. യുദ്നീഹി മിൻ ജിവാരിഹി, അങ്ങനെ അവൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളും ഈമാനും ഇൽമും കൊണ്ടാണ് അവൻ പണിയെടുക്കുക. ആയിരിക്കും അവൻ്റെ ജീവിതം ഉണ്ടാവുക. ഫമാനി യുഹാദ ഈമാനുൻ വനൂറുൻ, ഇവൻ്റെ ഈ മോഹം, ഇവൻ്റെ ഈ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈമാനും പ്രകാശവുമാണ്. വമാനി ഉലായിക്ക ഖദ്ഉൻ വഗുറൂറുൻ, എന്നാൽ മറ്റുള്ളവരെയോ അത് ചതിയും വഞ്ചനയും കബളിപ്പിക്കലുമായിട്ടും തീരും. വഖദ് മദഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുതമന്നി അൽ ഖൈർ. ഇവിടെ ഖൈറിനെ ഇങ്ങനെ മോഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളെ റബ്ബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്തിട്ടുണ്ട്. വറബ്ബമാ ജഅല അജ്റഹു ഫി ബഅദിൽ അശ്യാഇ കഅജ്രി ഫാഇലിഹി, അത് ചില നന്മകൾ അത് ചെയ്യുന്ന ആളെപ്പോലെ തന്നെ, അഥവാ നന്മയായിട്ടുള്ള മോഹങ്ങളുണ്ടല്ലോ, നല്ല രീതിയിൽ എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഞാൻ സ്വതക്ക കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നപോലെ നന്മകൾ ചെയ്യുന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ആ പ്രതിഫലം അത് ചെയ്യുന്നവരെ പോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കൽഖായിലി ലൗ അന്ന ലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ, ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നാലിന് ആൾ നന്മ ചെയ്യുന്നത് പോലെയൊക്കെ കൊടുക്കുന്നത് പോലെയൊക്കെ ഞാനും ചെയ്യുമായിരുന്നു. അല്ലദീ യത്തഖി ഫീ മാലിഹി റബ്ബഹു, അള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒരുവൻ അവൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്ന പോലെ ഞാനും ചെയ്യുമെന്ന്. വയസിലു ഫീഹി റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കുന്നത് പോലെ ഞാനും കുടുംബബന്ധം ചേർക്കും. വയുഖ്രിജു മിൻഹു ഹഖഹു, അവൻ അതിൻ്റെ ഹക്ക് വീട്ടി കൊടുക്കും, അതിൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന അവസ്ഥയിൽ അവൻ ചെയ്യും. അഥവാ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളെ കണ്ടിട്ട് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുമെന്ന് നിയ്യത്ത് വെക്കുന്ന ആളുകൾക്ക് വഖാല, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുമാ ഫിൽ അജ്രി സവാ, അത് ചെയ്യുന്നവനും അത് നിയ്യത്ത് വെക്കുന്ന ആഗ്രഹിക്കുന്നവനും സിദ്ഖോട് കൂടി ആഗ്രഹിക്കുന്നവനും പ്രതിഫലത്തിൽ ഒരുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആളുകൾ 4 തരത്തിലാണെന്ന് പറഞ്ഞിട്ട്, ഒരാൾ സമ്പത്തും ഇൽമും സമ്പത്തും ലഭിക്കുന്നതിൽ 4 തരത്തിലെ ആളുകളുണ്ടാവും. ഒരാൾക്ക് സമ്പത്തുണ്ടാവും, ഇൽമുണ്ടാവില്ല, അവൻ തോന്നിയ പോലെ ഹറാമില്ല സമ്പത്ത് ചെലവഴിക്കും. രണ്ടാമത്തെ ആൾ സമ്പത്തുണ്ടാവും, ഇൽമുണ്ടാവും, അവനെ ഏറ്റവും നല്ല രീതിയിൽ ഒന്നാമത്തെ ആൾ സമ്പത്തുണ്ടാവും, ഇൽമുണ്ടാവില്ല, അവൻ എന്ത് ചെയ്യും, സമ്പത്ത് ഹറാമായ രീതിയിൽ അവൻ ഉപയോഗിക്കും. രണ്ടാമത്തെ സമ്പത്തും ഇൽമും ഉണ്ടാകും, അത് ഏറ്റവും നല്ല രീതിയിൽ സമ്പത്തിന് അവൻ ഉപയോഗിക്കും. മൂന്നാമത്തേത് പിന്നെ ഇൽമുണ്ടാവും, സമ്പത്തുണ്ടാവില്ല, അവൻ ആ ഇൽമു കൊണ്ട് എന്തുണ്ടാവും, ഇതിങ്ങനെ ആഗ്രഹിക്കും, എനിക്ക് സമ്പത്തുണ്ടായത് ഇങ്ങനെ ചെയ്യാമായിരുന്നു. മൂന്നാമത്തെ ആൾ സമ്പത്തുണ്ടാവും, ഇൽമുണ്ടാവില്ല. എന്തോ പറഞ്ഞതിലെന്തോ മാറിപ്പോയിട്ടുണ്ട്, ആ ഹദീസ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ആൾ അവന് പിന്നെ ഇൽമുണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല. നാലാമത്തെ ആൾ ഇൽമുണ്ടാവില്ല, സമ്പത്തും ഉണ്ടാവില്ല, അവൻ എന്താ ചെയ്യുക, അവൻ വെറുതെ അതുപോലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേ പോലെ തോന്നിയ പോലെ ജീവിക്കാമായിരുന്നു എന്നുള്ള നിലക്ക് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ നിലക്ക് പറഞ്ഞ ഹദീസിൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇൽമും സമ്പത്തുമുള്ള ഒരാൾ എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നത് ഇതാക്കുന്നത് അവന് പ്രതിഫലമുണ്ട്. അതേപോലെ ഇൽമുള്ള ഒരാൾ, സമ്പത്തില്ല പക്ഷെ അവൻ്റെ ഇൽമു കൊണ്ട് അവൻ നിയ്യത്ത് വെക്കും, അവൻ ഉദ്ദേശം വെക്കും, അവനെപ്പോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ
സക്കാത്ത് നൽകുകയും സദഖ കൊടുക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ഇങ്ങനെ നന്മകളൊക്കെ ചെയ്യുമെന്ന് സത്യസന്ധമായി നിയ്യത്ത് വെക്കുമ്പോൾ ഹുമാ ഫിൽ അജ്രി സവാ, അവർക്ക് പ്രതിഫലത്തിൽ ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് മോഹിക്കേണ്ടത്, അങ്ങനത്തെയാണ് ചിന്തിക്കേണ്ടത്. അതല്ലാതെ എനിക്ക് ബേസ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കും, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്നുള്ള നിലക്ക് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ അവർക്ക് അവസാനം നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ തമന്നി അനാവശ്യമായിട്ടുള്ള മോഹങ്ങൾ വ്യാമോഹങ്ങൾ ഒഴിവാക്കി ഉപകാരപ്രദമായ കാര്യം ചിന്ത വേണം. അപ്പോൾ ഈ തമന്നി എന്നുള്ളത് ഖൽബിനെ ഫസാദാക്കുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ ഒക്കെ അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.